പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സത്യദേശം മുഴുവനെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. 47 സങ്കീർത്തനത്തിൻ്റെ 1 തിരുവചനം വായിക്കാം. ബൈബിൾ തുറന്ന് സങ്കീർത്തനം 47 വാക്യം 1. 47 സങ്കീർത്തനം 1 തിരുവചനം. സങ്കീർത്തനം 47:1 വായിക്കാവോ? സങ്കീർത്തനങ്ങൾ 47:1 ബൈബിളുണ്ടോ? ഉള്ളവരെടുത്ത് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 47:1. അങ്ങനെ ഉറക്കെ വായിച്ചേ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. മതി മതി മതി, ഞാൻ പറഞ്ഞു തരാമെന്ന് ആവർത്തിക്കണം. ജനതകളെ, എല്ലാവരും ജനതകളെ കരഘോഷം മുഴക്കുവിൻ, മുഴക്കുവിൻ, മുഴക്കുവിൻ. സങ്കീർത്തനം 47:1 ജനതകളെ കരഘോഷം. അപ്പം ഞാൻ സങ്കീർത്തനങ്ങൾ 47:1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പം തന്നെ കൈയടിച്ചോണം. സങ്കീർത്തനങ്ങൾ 47:1. ഓക്കെ. അടുത്ത വാക്യം. ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ എന്നാ പറഞ്ഞ്. അന്നേരം എന്ത് ചെയ്യണം? ഉറക്കെ ഹല്ലേലൂയ എന്ന് പറയണം. മനസ്സിലായ? അപ്പോൾ സങ്കീർത്തനങ്ങൾ 47:1 എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് കരങ്ങളടിക്കണം. കരങ്ങളടിച്ചുകൊണ്ട് ഉറക്കെ ഹല്ലേലൂയ എന്ന് പറയണം. ഈ 2 കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ചെയ്യാം. സങ്കീർത്തനങ്ങൾ 47:1. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഹല്ലേലൂയ ഉടനെ വരണം. കൈയടിച്ച് പെട്ടെന്ന് ഹല്ലേലൂയ വരണം. ഓക്കെ, സങ്കീർത്തനങ്ങൾ 47:1. അപ്പോൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കൈയടിക്കണം. ഓക്കെ, സങ്കീർത്തനങ്ങൾ 47:1. ഓക്കെ, വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് ഞാൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുവനെന്നാണ്. അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഹല്ലേലൂയ എന്നാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ച് പ്രൈസ് ദി ലോർഡ് എന്ന് പറയരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 47:1. ഓക്കെ, വെരി ഗുഡ്. ദൈവത്തിന് നന്ദി പറയാം. ഈ രാത്രിയിൽ അതിശക്തമായ ദൈവത്തിൻ്റെ വചനം ഒരു ജീവിതത്തിൽ ഇടപെട്ടതിനെക്കുറിച്ച് നാം കേൾക്കുകയായിരുന്നു. ദൈവവചനത്തിൻ്റെ മാസ്മരിക ശക്തി, മാറ്റിമറിക്കുന്ന ശക്തി, ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതുല്യമായ ശക്തി ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാക്കി മാറ്റിയ അതിശക്തമായ ദൈവാനുഭവം നമ്മൾ കേൾക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. നാളെ വരുമ്പോൾ എല്ലാവരും ബൈബിൾ കൊണ്ടുവരും അല്ലേ? കൊണ്ടുവരില്ലേ? കൊണ്ടുവരും. അപ്പോൾ ഇന്ന് ബൈബിൾ ഉള്ളവർ, ഇന്ന് കൊണ്ടുവരാത്തവരുടെ സൗകര്യാർത്ഥം ഉച്ചത്തിൽ വായിക്കണം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. ഹെബ്രായർ 4:12 വായിക്കാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അപ്പോൾ ഏറ്റു പറയാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. സജീവം എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, ഊർജ്ജസ്വലം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വചനം പറയുകയാണ്. ഹെബ്രായർ 4:12 പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ്.
എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെയാ പറയേണ്ടത്. ഒന്ന് പറഞ്ഞേ. പിണക്കമൊന്നുമില്ലല്ലോ അടുത്തിരിക്കുന്ന ആളോട്? എന്നാ നന്നായിട്ട് പറഞ്ഞേ. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, പാലിക്കുമ്പോൾ എന്തുണ്ടാവും? അനുഗ്രഹം ഉണ്ടാവും. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം ഉച്ചത്തിൽ വായിക്കുക. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. റെവലേഷൻസ് 1:3. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം ഉച്ചത്തിൽ വായിക്കാം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹീതരാകുന്നു. ഈ വചനം വായിച്ചു കൊണ്ടിരുന്നാൽ അനുഗ്രഹം, കേട്ടാൽ അനുഗ്രഹം, പാലിച്ചാൽ അനുഗ്രഹം. പറഞ്ഞേ ഹല്ലേലൂയ. 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 അപ്പോൾ ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞോ. കർത്താവ് സൗഖ്യം തരും, സൗഖ്യം തരും. ഞാനൊരു ഇപ്പോൾ പറയാം. ആത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തും. അതായത് ഈ അതിശക്തമായ നടുവിൻ്റെ വേദനയുള്ള മക്കളൊന്ന് കൈവെക്കുകയും, നടുവിൻ്റെ വേദന ഈ രാത്രിയിൽ കർത്താവ് സൗഖ്യം തരണം. ഈ രാത്രിയിൽ നന്നായിട്ടൊന്ന് കര ഉയർത്തിക്കേ. അപ്പോൾ നടുവിൻ്റെ വേദനയുള്ള മക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ വചനം എല്ലാവരും കൈ ഉയർത്തി പിടിച്ച് തന്നെ, നടുവേദനയുള്ള മക്കളും അല്ലാത്തവർ കൈ താത്തി വെച്ചോ. ഇപ്പോൾ ഈ വചനം ഒന്ന് ഏറ്റു പറയാൻ പോവുകയാണ്. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും പാലിക്കുന്നവരും കേൾക്കുന്നവരും അനുഗ്രഹീതർ. ഒന്നുകൂടെ പറയാം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. 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 ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. രോഗം സുഖപ്പെടും, രോഗം സുഖപ്പെടും, സുഖപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിൻ്റെ വിഷമിച്ചാണ് വന്നത്, വിഷമിച്ച്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു പോകും, സന്തോഷത്തോടെ തിരിച്ചു പോകും. ആമേൻ. പ്രവചനം കേട്ടാൽ അപ്പം തന്നെ ആമേൻ പറയണം. എന്ത് പറയണം? പ്രവചനം കേട്ടാൽ അപ്പം തന്നെ ആമേൻ പറയണം. സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യം ദൈവം അരുളി ചെയ്താൽ അപ്പം തന്നെ കൈയടിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? പ്രവചനം കേട്ടാൽ അപ്പം തന്നെ എന്ത് പറയണം? ആമേൻ പറയണം. സന്തോഷമുള്ളൊരു കാര്യം ദൈവം അരുളി ചെയ്താൽ ആത്മാവിന് സന്തോഷം തരുന്നുണ്ട്. എല്ലാ സെൻറ്റൻസിനും കൈയടിക്കരുത്, മറിച്ച് ആത്മാവിന് ഒരു സന്തോഷം തരുന്നൊരു വചനം കേട്ടാൽ അപ്പം തന്നെ കൈയടിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, അവർ വന്നത് വളരെ സങ്കടപ്പെട്ടാണ് വന്നത്. പക്ഷെ അവർ തിരിച്ചു പോകുന്നത് എങ്ങനെയായിരിക്കും? അവർ സന്തോഷത്തോടെ തിരിച്ചു പോകും, സന്തോഷത്തോടെ തിരിച്ചു പോകും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. വായിച്ചേ സങ്കീർത്തനങ്ങൾ 126. സങ്കീർത്തനങ്ങൾ 126 5ഉം 6ഉം. സങ്കീർത്തനങ്ങൾ 126 വാക്യം 5ഉം 6ഉം. ബൈബിളുള്ളവർ എടുത്ത് വായിക്കുക, അല്ലാത്തവർ അവരുടെ വായിലോട്ടുന്നു. വായിച്ച്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്തും ചുമന്നുകൊണ്ട് വിലാപത്തോടെ പോകുന്നവർ, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. വിത്ത് ചുമന്നുകൊണ്ട്. എന്നോട് ഒരു മാസം മുമ്പ് ഒരു സഹോദരൻ മൗണ്ട് കാർമലിൽ വന്നിട്ട് പറഞ്ഞു, 6 കൊല്ലമായിട്ട് വിസ റിജക്റ്റ് ആയിരുന്നു. 6 പ്രാവശ്യം, 6 കൊല്ലം 6 പ്രാവശ്യമായിട്ട് വിസ തള്ളിക്കളി. കേശവദാസപുരത്തുള്ളൊരു ചേട്ടനാണ്. 6 പ്രാവശ്യമായിട്ട് വിസ തള്ളിക്കളഞ്ഞാണ്. വിസ കൊടുക്കും, അവർ തള്ളും, വിസ കൊടുക്കും, തള്ളും. മൗണ്ട് കാർമലിലേക്ക് വന്നിട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഫോണിൽ മെസ്സേജ് വരികയാണ്, ഇതാ വിസ റെഡി ആയിരിക്കുന്നു. അപ്പോൾ സങ്കടത്തോടാണ് വന്നത്. തിരിച്ചു പോകുന്നത് എങ്ങനെ ആയിരിക്കും? സന്തോഷത്തോടെ. അതാണ് ഇത് വന്നത്, സങ്കടത്തോടാണ്. തിരിച്ചു പോകുന്നത് സന്തോഷത്തോടാണ്. പറഞ്ഞേ, ഞാൻ സന്തോഷത്തോടെ മടങ്ങിപ്പോവും. പറ, ഇങ്ങനെ പറഞ്ഞേ, ഞാൻ സങ്കടത്തോടാണ് വന്നത്, ഞാൻ സങ്കടത്തോടാണ് വന്നത്, ഞാൻ സന്തോഷത്തോടെ മടങ്ങിപ്പോവും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എന്നോട് പറഞ്ഞേ, ഞാൻ സങ്കടത്തോടാണ് വന്നത്,
ഞാൻ സന്തോഷത്തോടെ തിരിച്ചു പോകും. ഞാൻ സങ്കടത്തോടെയാണ് വന്നത്, ഞാൻ സന്തോഷത്തോടെ തിരിച്ചു പോകും. ഇങ്ങനെ പറഞ്ഞ് എനിക്ക് കണ്ണീരിന് പകരം ദൈവം ആനന്ദത്തിൻ്റെ തൈലം തരും. എനിക്ക് കണ്ണീരിന് പകരം ആനന്ദത്തിൻ്റെ തൈലം തരും. തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി തരും. എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് തളർന്നാണ്, ഡിപ്രസ്ഡ് ആയിട്ടാണ്, മനസ്സ് വിഷമിച്ചാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു പോകും. സ്തുതിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അത് വായിക്കാം. യെശയ്യാ പ്രവചനം 61:1-4 വരെ. വേഗം വായിക്കണം. അതിശക്തമായി വിടുതലുള്ള വചനമാണ്. ഇപ്പോൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തന്നെ കർത്താവിൻ്റെ സൗഖ്യം, സമാധാനം, അനുഗ്രഹം ഈ കൂട്ടായ്മയിൽ വന്ന് നിറയും. ദൈവം അപ്പം തന്നെ, നാളത്തേക്ക് മാറ്റി വെക്കില്ല കർത്താവ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ സെക്കൻഡിൽ ദൈവം ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയ. വീട്ടിൽ ചെല്ലുമ്പോൾ കുടുംബനാഥന് മാറ്റം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. വീട്ടിൽ ചെല്ലുമ്പോൾ കുടുംബനാഥൻ പറയും, ഞാൻ നാളെ കൺവെൻഷന് വരുന്നെന്ന് പറയും. പ്രവചനം കേൾക്കുമ്പോൾ എന്ത് പറയണമെന്ന് പറഞ്ഞേ? ആമേൻ, ആമേൻ എന്ന് പറയണം. ആമേൻ, ആമേൻ എന്ന് പറയണം. അത് അപ്പം സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് വായിച്ച യെശയ്യാ പ്രവചനം 61:1-4 വരെ. യെശയ്യാ 61:1-4 വരെ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും. ഹൃദയം തകർന്നവരെന്ന് കൈവയ്ക്കുക. ഹൃദയം തകർന്നവരൊക്കെ ഇതാ നിനക്ക് ആശ്വാസം വരാൻ പോവാണ്. ആമേൻ പറയാണ്. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും. അടുത്ത വാക്യം, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഉറക്കെ വായിക്കണം. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി. ഉറക്കെ വായിക്കുക. അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും തരാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലം, തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ സ്തുതിയുടെ മേലങ്കി. പറഞ്ഞേ, പറ സ്തുതിയുടെ മേലങ്കി. വല്ലതും പറഞ്ഞായിരുന്നോ? എന്താ പറഞ്ഞേ? സ്തുതിയുടെ മേലങ്കി. തളർന്ന മനസ്സിന് പകരം ആനന്ദത്തിൻ്റെ തൈലം. പറഞ്ഞേ ആനന്ദ തൈലം. പറ ആനന്ദ തൈലം. ആനന്ദ തൈലം, പൊട്ടൻചുക്കാതി തൈലം. ആ തൈലം പോലെ ഒരു തൈലമാണ്. എന്താണ് ഈ തൈലം? ആനന്ദ തൈലം. ആനന്ദ തൈലം. അതെന്താണ് ആനന്ദ തൈലം? ആ തൈലം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ദുഃഖം മാറും. ആ തൈലത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. കർത്താവ് പറയാണ്, തളർന്ന മനസ്സിന് പകരം ആനന്ദത്തിൻ്റെ തൈലം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് വായിക്കുക, ഈ വചനം വായിക്കുക. സിയോനിൽ വിലപിക്കുന്നവർ. മൂന്നാമത്തെ വാക്യം യെശയ്യാ 61:3. ബൈബിളുള്ളവരൊക്കെ വായിച്ചേ. നാളെ എല്ലാവരും കൊണ്ടുവരണം ബൈബിൾ കേട്ടോ. നാളെ വരുമോ? നാളെ ഇവിടേക്ക് എന്ത് ദിവസമാണ്? ഞായറാഴ്ച. വരുമല്ലോ അല്ലേ? വരുമല്ലോ അല്ലേ? വരും. നാളെ വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ വായിച്ചേ. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി. അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും തരാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് കണ്ണീരോടെ വന്നവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഇതിന് ദൈവത്തിന് ശക്തിയുണ്ട്. ഇത് തരാൻ ദൈവം ശക്തിയുള്ളവനാണ്. ഇത് ചെയ്തു തരാൻ ദൈവത്തിന് ശക്തിയുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അടുത്തേക്കല്ല, ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. സകലത്തെയും നവീകരിക്കുന്ന ദൈവശക്തിയാണ് വചന ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നത്. കർത്താവ് നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് വചനം വിളമ്പുന്ന സമയം. കാരണം എന്താണ്? വചനം ആരാണ്? വചനം ദൈവമാണ്. യോഹന്നാൻ 1:1 മുതൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ആരാണ്? വചനം ദൈവമാണ്. വചനം ദൈവമായതുകൊണ്ട് എവിടെ വചനം പ്രഘോഷിക്കപ്പെട്ടാലും അവിടെ ദൈവം ഇറങ്ങി വരും. അവിടെ ഐശ്വര്യം ഉണ്ടാവും, അവിടെ സൗഖ്യം ഉണ്ടാവും. വായിച്ചേ സങ്കീർത്തനം 107:20.
സങ്കീർത്തനം 107:20 വേഗം വായിച്ചേ. സങ്കീർത്തനങ്ങൾ 107:20. സങ്കീർത്തനങ്ങൾ 107:20. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞേ. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇപ്പൊ സൗഖ്യമാക്കിയത് എങ്ങനെയാണ്? വചനം അയച്ച്. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയാ. അവിടുന്ന് തൻ്റെ വചനം. ഞാൻ മെനഞ്ഞാന്ന് ഒരു മനുഷ്യൻ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു. പലരെയും വിളിച്ചിട്ട് അച്ഛനോട് സംസാരിക്കണം, അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളെല്ലാ പ്രതീക്ഷയും നശിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എൻ്റെ മകൻ തലച്ചോറിൽ ബ്ലീഡിംഗ് ആയിട്ട് വെന്റിലേറ്ററിലാണ്. തലച്ചോറിലൂടെ രക്തസ്രാവം, തല മുഴുവൻ ബ്ലഡ്, തലയ്ക്കകത്ത് മുഴുവൻ ബ്ലഡ്. ഡോക്ടർമാർക്ക് പല സംഘങ്ങൾ മാറി മാറി പരിശോധിച്ചിട്ടും എവിടെയാണ് ഈ മുറിവെന്ന് സ്കാൻ ചെയ്തിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം തലയ്ക്കകത്ത് മുഴുവൻ ബ്ലഡ്. എവിടുന്നാണ് ഈ ബ്ലഡ് വരുന്നതെന്ന്, ഈ ബ്ലഡ് മുഴുവൻ, തലയിലെ ബ്ലഡ് മുഴുവൻ എടുത്ത് മാറ്റിയാലേ ഇനി പറയാൻ പറ്റൂ എവിടുന്നാണ് ഈ ബ്ലഡ് വരുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അനക്കാതിരിക്കാൻ വേണ്ടി, വെന്റിലേറ്ററിൽ അനക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാം ശരീരത്തെല്ലാം ഇതെല്ലാം കണ്ടിപ്പിച്ച് അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രതീക്ഷയും പോയി, എല്ലാം നശിച്ചു, ഇനി ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വിശ്വാസമുണ്ട്, അച്ഛൻ വീഡിയോ കോളിലൂടെ വന്ന് വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ മകൻ എഴുന്നേൽക്കും. അപ്പം ഞാൻ അത് അത്രയും ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നതല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ മുറിയിലേക്ക് വന്നിട്ട് വീഡിയോ കോൾ വിളിച്ച് പ്രാർത്ഥിച്ചു. വചനം സങ്കീർത്തനം 107:20 പ്രാർത്ഥിച്ചു. പുറപ്പാട് 15:26 പ്രാർത്ഥിച്ചു. മത്തായി 8:16 പ്രാർത്ഥിച്ചു. യാക്കോബ് 5:15 പ്രാർത്ഥിച്ചു. ജെറമിയ 30:17 പ്രാർത്ഥിച്ചു. യെശയ്യാ 53:5 പ്രാർത്ഥിച്ചു. ലൂക്ക 5:17 പ്രാർത്ഥിച്ചു. ലൂക്ക 6:19 പ്രാർത്ഥിച്ചു. ഇതെല്ലാം വചനം അയച്ച് കർത്താവേ, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ഓസ്ട്രേലിയയിൽ ഇതാ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന മകൻ്റെ മേൽ കർത്താവിൻ്റെ സൗഖ്യം വരണം പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, അതായത് അന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസമായപ്പോഴേക്കും അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അവൻ കൈയും കാലും അനക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണ് തുറന്നു. അവൻ പ്രതികരിക്കാൻ തുടങ്ങി. വചനയച്ച് ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു. ഇന്ന് രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, മാറ്റി, അവനെ വെന്റിലേറ്ററിൽ നിന്നെല്ലാം മാറ്റി, യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഡോക്ടർമാർ ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ കണ്ണു തുറന്നു. അവന് നല്ല സങ്കടമുണ്ട്. അപ്പനെ അമ്മയൊക്കെ കാണുമ്പോൾ അവന് നല്ല സങ്കടവും വിഷമമുണ്ട്, കരച്ചിലൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ്. ഒന്നാലോചിക്കേ, വചനം അങ്ങോട്ട് വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവിൻ്റെ സൗഖ്യം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഇതാരാണ്? ഇത് മനുഷ്യനല്ല. ഞാൻ ചെന്ന് കൈവച്ചോ? പറ. ഇല്ല, ഞാൻ ചെന്ന് കൈയൊന്നും വെച്ചിട്ടില്ല. ഞാൻ കൈവച്ചാൽ ചിലപ്പോൾ സുഖപ്പെടുത്തുമില്ല. പക്ഷെ വചനം പോയി സുഖപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അടുത്ത പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ പ്രവൃത്തികൾ. പ്രഭാഷകൻ 42:15. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നു. എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നു. എങ്ങനെ നിർവഹിക്കപ്പെടുന്നേ? വചനത്തിലൂടെ നിർവഹിക്കപ്പെടും. നിങ്ങളോട് ഈ രാത്രിയിൽ ഒരു കാര്യം പറയാനാണ് ഞങ്ങളിവിടെ വന്നത്. ആ കാര്യം ഇതാണ്: നിങ്ങൾ വീട്ടിൽ അടച്ചു വച്ചിരിക്കുന്ന ഈ പുസ്തകത്തിന് ജീവനുണ്ട്. നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ അടച്ചു വച്ചിരിക്കുന്ന ഈ ഗ്രന്ഥത്തിന് ജീവനുണ്ട്. ഈ പുസ്തകത്തിന് നിങ്ങളുടെ ജീവചരിത്രം തിരുത്തി എഴുതാനുള്ള ശക്തിയുമുണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്ന് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. അതുകൊണ്ട് നാളെ ഈ ജീവനുള്ള പുസ്തകവും കൊണ്ട് ഇവിടെ വന്നിരിക്കാവൂ. പറഞ്ഞേ ഹല്ലേലൂയാ. എഴുത്തും വായനയും അറിയാവുന്ന എല്ലാവരും ഈ ബൈബിളുമായി വരണം. ബൈബിൾ എടുത്ത് വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ കാനഡയിൽ യൂത്തിനെ ധ്യാനിപ്പിക്കുകയായിരുന്നു. ജൂലൈ മാസം അവസാനം 28, 29, 30 ഏതാണ്ട് 450-500 യൂത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ചെറുപ്പക്കാർ വന്നിട്ട് അവർക്കുണ്ടായ ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാണ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ മാസം ജൂലൈ മാസം 30-ാം തീയതി രാത്രിയിൽ ഞാൻ 31-ാം തീയതി രാത്രിയിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനിരുന്നതാണ്.
30-ാം തീയതി ധ്യാനം തീരുകയാണ്. അവൻ പറയുകയാണ് 31-ാം തീയതി, കാരണം 31-ാം തീയതി എൻ്റെ ഒരു റിസൾട്ട് വരും. കഴിഞ്ഞ 7 കൊല്ലമേ ഞാൻ കാനഡയിൽ എത്തിയിട്ട് ഞാൻ ഒന്നും ആയിട്ടില്ല. എഴുതിയ പരീക്ഷ എല്ലാം തോറ്റുപോയി. എനിക്ക് എല്ലാത്തിനും പരാജയം. കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. ഞാൻ തീരുമാനിച്ചു 31-ാം തീയതി ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ തീരുമാനിച്ചു 31-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ തോക്കും. റിസൾട്ട് വന്നു കഴിയുമ്പോൾ തോക്കും, ഞാൻ ആത്മഹത്യ ചെയ്യും. അവൻ കർത്താവിൻ്റെ വചനം കിട്ടും. 28, 29, 30. 30-ാം തീയതി വൈകുന്നേരം 5 മണിക്ക്, 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് അവൻ കാനഡയിലെ ഒരു ദേവാലയത്തിൽ നിന്നുകൊണ്ട് അവനിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന്, ഈ 500 ചെറുപ്പക്കാരുടെ മുമ്പിൽ നിന്ന് അവൻ പറഞ്ഞു, 31-ാം തീയതി ഞാൻ ആത്മഹത്യ ചെയ്യില്ല, കാരണം യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ഇന്നലെ ഒരു ധ്യാനം തീർന്നു മൗണ്ട് കാർമലിൽ. ആ ധ്യാനത്തിന് അപ്പനും അമ്മയും മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഇത് ആർക്കും അറിയാൻ പാടില്ല. ഇവൻ അപ്പനും അമ്മയും മരിച്ചതാണ്, ഇവൻ ആരും ഇല്ല, ഇതൊന്നും ആർക്കും അറിയാൻ പാടില്ല. ഞാൻ അപ്പൻ്റെ സ്നേഹം കിട്ടാത്തതിനെക്കുറിച്ചും അമ്മയുടെ സ്നേഹം കിട്ടാത്തതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഗ്രൂപ്പിനിടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു. ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തള്ളിക്കളയില്ല. അപ്പൻ തരാത്ത സ്നേഹം തരാൻ സ്വർഗത്തിലെ അപ്പന് പറ്റും. എനിക്കറിയാൻ പാടില്ല ഇവൻ ഏതാണ്, ഇവൻ ആരാണ്, ഒന്നും അറിയാൻ പാടില്ല. ആത്മാവിൽ ഒരു മകനെ ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞാണ്. ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അവൻ വന്ന് ജോൺ പോളിനോട് പറഞ്ഞു, ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനിരുന്നാണ്. ആത്മഹത്യ കാരണം എനിക്ക് അപ്പനും ഇല്ല അമ്മയില്ല. അന്നേരമാണിത് അച്ഛൻ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും ദൈവം നിന്നെ കൈവിടില്ലടാ എന്ന് പറയുന്നത്. അറിയാവോ ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാവോ ഇവൻ അപ്പനും അമ്മയില്ലെന്ന്? എനിക്കറിയാവോ? ദൈവത്തിനറിയാം. പക്ഷെ ദൈവത്തിനറിയാം. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം. അപ്പം അതുകൊണ്ട് കർത്താവ് വചനത്തിലൂടെയാണ് ഇടപെടുന്നത്. അതുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, നിങ്ങളുടെ വീട്ടിൽ അടച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്രന്ഥത്തിന് ജീവനുണ്ട്. ആ ജീവനുള്ള പുസ്തകം നിങ്ങളുടെ ജീവചരിത്രം തിരുത്തി എഴുതും. ഹല്ലേലൂയാ. അതാണ് ഹെബ്രായർ 4:12 പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ജീവനുള്ളതാണ്, പ്രവർത്തിക്കുന്ന വചനമാണ്. ആ വചനം എവിടെ ഇടപെട്ടാലും അത് പ്രവർത്തിക്കും. പിതാവ് ഒരു വാക്യം വായിച്ചില്ലേ? നെറ്റോ പിതാവ് യെശയ്യാ 55 നിന്ന് വായിച്ചില്ലേ? മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് തിരികെ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്താ പറഞ്ഞേ? ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. ആദിയും അന്തവുമായ, ആൽഫയും ഒമേഗയുമായ, അത്യുന്നതനും സർവാധിപനും സർവശക്തനുമായ, പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ, ആധാരമായ, അഭയമായ ദൈവം അരുളി ചെയ്ത ഉടയതമ്പുരാൻ്റെ വാക്കുകൾക്കൊരു ശക്തിയുണ്ട്. അത് വെറുതെ തിരിച്ചു വരില്ല. ഉച്ചരിക്കപ്പെട്ടാൽ, വചനം പറയുകയാണ്, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിച്ച കാര്യം വിജയപ്രദമായി ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും. ഇതാരാ പറഞ്ഞേ? മനുഷ്യൻ്റെ വാക്കല്ല ഇത്. പഴങ്കഥകളല്ല, പഴംപുരാണങ്ങളല്ല, പോയ കാലത്തിൻ്റെ ഏടുകളിൽ നിന്ന് തപ്പിയെടുത്ത പുരാതന അവശിഷ്ടങ്ങളല്ല, മരിച്ച് മണ്ണടിഞ്ഞ ഒരു മനുഷ്യൻ്റെ ശവകുടീരത്തിൻ്റെ മീതെ നിന്ന് നടത്തുന്ന ഓർമ്മകളല്ല, അനുസ്മരണമല്ല, ഓർമ്മയാചരണങ്ങളല്ല, ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ കൺമുമ്പിൽ എഴുന്നേറ്റ് വിജയശ്രീലാളിതനായി കൊല്ലപ്പെട്ടതുപോലെ തോന്നിക്കുന്ന കുഞ്ഞാട് സ്വർഗത്തിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ പറഞ്ഞ ജീവനോടെ നിൽക്കുന്ന ജീവനുള്ള കുഞ്ഞാടിൻ്റെ ജീവനുള്ള വചനം ഈ രാത്രിയിൽ ഇത് ശ്രദ്ധിക്കുന്ന മക്കളിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും. ഹല്ലേലൂയാ. പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും. മനസ്സിലായോ? കാരണം അത് പറഞ്ഞത് ദൈവമാണ്, പ്രവർത്തിച്ചിരിക്കും. പറഞ്ഞത് ദൈവമാണ്, അത് പ്രവർത്തിച്ചിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണ്, അത് സജീവമാണ്, ഊർജ്ജസ്വലമാണ്. എല്ലാ മേഖലയിലും കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? എല്ലാ ദിവസവും മുടങ്ങാതെ ബൈബിൾ വായിക്കണം. ഞാൻ പറയും, 2017 മുതൽ ഞാൻ ഈ കേരള സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരമണിക്കൂർ മുടങ്ങാതെ വായിക്കണമെന്നാണ്. അരമണിക്കൂർ മുടങ്ങാതെ ബൈബിൾ വായിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ വായിച്ചു കൊണ്ടിരുന്നാൽ ദൈവവചനത്തിന് അതുല്യമായ ശക്തിയുണ്ട്. എല്ലാ കാര്യത്തിലും അഭിവൃദ്ധി ഉണ്ടാവും. വായിക്കാം. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 1 മുതൽ.
സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 1 മുതൽ ദുഷ്ടരുടെ വായിക്കുക എല്ലാവരും ഉറക്കെ വായിച്ച. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് സഹായിച്ചേ ഉറക്കെ. അങ്ങനെ വെരി ഗുഡ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാത്തവൻ ഭാഗ്യവാൻ. ഞാൻ ഇപ്പം എന്താ പറഞ്ഞേ? മറന്നുപോയി. എന്താ പറഞ്ഞേ? ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമയം കളയാത്തവൻ. ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമയം കളയാത്തവൻ ഭാഗ്യവാൻ. മനസ്സിലായി? ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമയം കളയാത്തവൻ ഭാഗ്യവാൻ. പറയുകയാണ്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അങ്ങനെ ചെയ്യാത്തവൻ. 2-ാമത്തെ വാക്യം, അങ്ങനെ ചെയ്യാത്തവൻ അവന്റെ ആരുടെ? അവന്റെ എന്ന് പറഞ്ഞാൽ ആരുടെ? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവൻ, പാപികളുടെ വഴിയിൽ വ്യാപരിക്കാത്തവൻ, പരിഹാസകരുടെ പീഠങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമയം കളയാത്തവൻ. അവന്റെ ആനന്ദം എവിടാണ്? കർത്താവിൻ്റെ നിയമത്തിലാണ്. അവന്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. നിയമം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിലാണ് അവൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്തറിയോ? ആനന്ദം. ആ ആനന്ദത്തെക്കുറിച്ച് അവിടെ ഒരു അടയാളം വെച്ചോ. എന്നിട്ട് 119-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ ഈ വചനം കിട്ടിയവൻ്റെ ഒരു ആനന്ദം പറയുന്നുണ്ട്. 119-ാം സങ്കീർത്തനങ്ങൾ 119. അവിടെ ഈ വചനം കിട്ടിയവൻ്റെ ആനന്ദം പറയുന്നത്. വചനം കിട്ടിയവൻ്റെ ആനന്ദം എന്താണെന്നറിയാമോ? വചനം കിട്ടിയവൻ്റെ ആനന്ദം. കർത്താവേ, 119-ാം സങ്കീർത്തനം 162. സങ്കീർത്തനങ്ങൾ 119 വാക്യം 162 വായിക്കാവോ? വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. വലിയ കൊള്ളക്കാരന് ഭയങ്കര കൊള്ളയടിച്ചപ്പോൾ ഇഷ്ടം പോലെ കൊള്ള വസ്തുക്കൾ കിട്ടുമ്പോൾ അവനുണ്ടായ ആനന്ദത്തെക്കാൾ അധികമാണ് ഒരാൾക്കൊരു വചനം കിട്ടുമ്പോഴുള്ള ആനന്ദം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി ഒരു ദൈവം സമ്മതിക്കാത്ത ഒരു വ്യക്തിയുമായിട്ട് കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ദൈവം സമ്മതിക്കാത്ത ഒരു വിഭാഗമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവളോട് പറയുകയാണ്, ഡാനിയേലച്ചനായ ഞാൻ നിന്നോട് പറയുന്നു, ഇത് നല്ലതാവില്ല. അതുകൊണ്ട് മോൾ ഇതിൽ നിന്ന് മാറണം. അപ്പം പറയുന്നത് കേൾക്കണം, അമ്മ പറയുന്നത് കേൾക്കണം. അതുകൊണ്ട് ഇതിൽ നിന്ന് മാറണം, ഇത് ശരിയാവില്ല, ഈ കല്യാണം ശരിയാവില്ല, നീ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്ന് ഞാൻ പറയുമ്പോൾ അവൾക്കത് വിശ്വാസം വരുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവം പറയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവൾ കാണുക ബൈബിൾ തുറന്നിട്ട് ഞാനൊരു വചനം വായിച്ചു. അപ്പോൾ ആ വചനം ഞാൻ വായിക്കാം, നിങ്ങൾ വായിക്കണ്ട, കേട്ടാൽ മതി. ദാനിയേൽ 14:7. അപ്പോൾ ഞാൻ വായിക്കുന്ന വചനം, ഞാനിത് നേരത്തെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. തുറന്നപ്പോൾ കിട്ടിയതാണ്. അവളുടെ മുമ്പിൽ വെച്ചാൽ തുറന്നിട്ട് ദാനിയേൽ 14:7. അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. വചനാണേ. അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, രാജാവേ, നീ വഞ്ചിതനാകരുത്, ഇതിൻ്റെ ഉള്ളിൽ കളിമണ്ണും പുറമെ ഓടുമാണ്. വായിക്കുന്ന വചനം ഇതാണ്. ദാനിയേൽ ചിരിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ വഞ്ചിതനാകരുത്, ഇതിൻ്റെ അകത്ത് ഓടും പുറമെ കള്ളിമണ്ണുമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകം പൊള്ളയാണ്, ഇത് കൊള്ളാത്തതാണ്, പുറമെ കാണുന്നവരല്ല, ഇതിൻ്റെ അകം കൊള്ളാത്തതാണ് എന്ന് ആര് പറഞ്ഞു? ദാനിയേൽ. ഞാൻ പറഞ്ഞതാ എഴുതപ്പെട്ട വചനം. എൻ്റെ പേരെന്താ? ദാനിയേൽ. ഈ പുസ്തകത്തിൽ ഇത് പറഞ്ഞിരിക്കുന്ന ആളുടെ പേരെന്താ? ദാനിയേൽ. ഞാൻ നിന്നോട് പറഞ്ഞത് എങ്ങനെ? ചിരിച്ചോണ്ട്. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എങ്ങനെ? ചിരിച്ചോണ്ട് നിന്നോട് പറയുന്നു, നീ വഞ്ചിതയാകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. സംസാരിക്കും ഇങ്ങനെ സംസാരിക്കും. പറയാൻ മനസ്സിലായോ? ജീവനുണ്ട്, അതിന് ജീവനുണ്ട്. അപ്പൊ ഈ ജീവനുള്ള വചനം എന്ത് ചെയ്യുന്നു? കൊള്ള മുതൽ കിട്ടിയവനെ പോലെ ഒരു വചനം കിട്ടുമ്പോൾ നമുക്ക് ആനന്ദം. ഇനി തിരിച്ചു വന്നേ. ദുഷ്ടരുടെ സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. രാവും പകലും സമയം കിട്ടുമ്പോഴെല്ലാം അവൻ എന്ത് ചെയ്യുന്നു? വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു.
സമയം കിട്ടുമ്പോഴെല്ലാം വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അടുത്ത വാക്യം, അങ്ങനെ ചെയ്യുന്നവന് ദൈവം തരുന്ന പ്രതിഫലം നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, പട്ടുപോകാത്തൊരു ജീവിതമാ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പതിരാകാത്തൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര പ്രായമായാലും നിങ്ങളുടെ കർമ്മശേഷി ഇല്ലാതാകാത്ത, നിങ്ങളുടെ ഫലപ്രാപ്തി ഇല്ലാതാകാത്ത, നിങ്ങളൊരു വേസ്റ്റാണെന്ന് സമൂഹം പറയാത്ത, നിങ്ങളെ കൊണ്ടൊരു ഗുണമില്ലെന്ന് ചുറ്റുമുള്ളവർ പറയാത്ത, ഫലപ്രാപ്തിയുള്ള, ഫലം ചൂടുന്ന, എല്ലാ കാലത്തും ഫലം തരുന്നൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ വഴി ദൈവവചനം പറയുന്നു. രാവും പകലും ദൈവവചനം ധ്യാനിക്കുന്നവന് റിട്ടയർമെന്റ് ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. രാവും പകലും ദൈവവചനം ധ്യാനിക്കുന്നവന് റിട്ടയർമെന്റ് ഇല്ല. മരിക്കുന്നതിന് തൊട്ട് മുമ്പും അവൻ ഫലപ്രാപ്തിയോടെ ജീവിച്ചിട്ട് മരിക്കും. മനസ്സിലായോ? മനസ്സിലായി? ഈ നാശത്തെ കൊണ്ടൊരു ഉപയോഗമില്ലെന്ന് നാട്ടുകാർ പറയില്ല. ഇതിങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടി കിടക്കാന്ന് ആരും പറയില്ല. മരിക്കുന്നതിന് തൊട്ട് മുമ്പും പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് വിളിച്ചിറക്കിയിട്ട് നീ മരിക്കും. ഏലിയായെ പോലെ മരിക്കുന്നതിന് തൊട്ട് മുമ്പും അവൻ അത്ഭുതം പ്രവർത്തിച്ചിട്ട് ജോർദാനിലെ നദിയെ രണ്ടായി വിഭജിച്ചിട്ട് അവൻ ആകാശമേഘങ്ങളിലെ രഥത്തിലേറി കർത്താവിന്റെ രാജ്യത്തിലേക്ക് യാത്രയാകും. ഹല്ലേലൂയ. മനസ്സിലായി? അവസാന ശ്വാസം വരെ ഫലപ്രാപ്തിയുള്ള ജീവിതം, മരിക്കുന്നത് വരെ വേസ്റ്റാണെന്ന് ആളുകൾ പറയാത്തൊരു ജീവിതം. അങ്ങനെ ജീവിതം, ആ ജീവിതത്തിന് എന്താ വേണ്ടേ? രാവും പകലും ദൈവവചനം ധ്യാനിക്കണം. രാവും പകലും. കയ്യിലിരിക്കുന്ന പുസ്തകം താഴെ വെക്കരുത്. കോഴി മുട്ടയിട്ടിട്ട് അതിൻ്റെ മീതെ അടയിരിക്കുന്നത് പോലെ വചനവുമായിട്ട് അടയിരിക്കണം. വചനം വായിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, വചനം ഉരുവിടണം. ദൈവവചനത്തിൻ്റെ ഒരു ജീവിത വചനം ധ്യാനിക്കുന്ന ജീവിതത്തിലേക്ക് വരണം. പറയാവോ ഹല്ലേലൂയ? അപ്പോൾ പറയാണ്, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അടുത്ത വാക്യം, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് വാട്ട് എവർ ഹി ഡസ് പ്രോസ്പർ എന്നാണ്. പ്രോസ്പേഴ്സ്. വാട്ട് എവർ ഹി ഡസ് പ്രോസ്പേഴ്സ്. വിൽ പ്രോസ്പർ വാട്ട് എവർ ഹി ഡസ്. അവൻ എന്ത് ചെയ്താലും അതിനകത്ത് ഐശ്വര്യം ഉണ്ടാവും. തൈ നട്ടാൽ മരമാവും. അവൻ എന്ത് ചെയ്താലും അതിനകത്ത്, ഒരു കാര്യത്തിന് അറിയാൻ അതിനകത്ത് ഐശ്വര്യം ഉണ്ടാവും. അതാണ് പറയുന്നത്. എല്ലാ കൈ താഴെ വെക്കരുത്, ഈ പുസ്തകം താഴെ വെക്കരുത്, ഇത് പിടിച്ചോണ്ട് നടന്നോണം. നമുക്ക് മൗണ്ട് കാർമലിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകള്, ചെറുപ്പക്കാരിയാണ്, എറണാകുളത്ത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടുന്ന് പോയപ്പോൾ ഞാനൊരു ബൈബിൾ കൊടുത്താൽ വിട്ടെ. അപ്പോൾ ആ ബൈബിളും കൊണ്ടാണ്. അതിന് മുമ്പ് തന്നെ എല്ലാ സ്ഥലം, ഇവിടെ പോയാലും, ചായക്കടയിൽ പോയാലും, ഹോട്ടലിൽ പോയാലും, റെസ്റ്റോറൻറ്റിൽ പോയാലും, മാർക്കറ്റിൽ പോയാലും എല്ലാം ബൈബിളും കൊണ്ടാണ് പോണേ. ചെറിയൊരു ബൈബിൾ, ചെറിയ പുതിയ നിയമം, അതുകൊണ്ടാണ് പോണേ. എല്ലായിടത്തും എവിടെ പോയാലും അതുകൊണ്ടാണ് പോണേ. ഓഫീസിലേക്ക് പോയപ്പോഴും ഞാൻ പറഞ്ഞു, ഓഫീസിൽ പോകുമ്പോഴും നീ ബൈബിൾ കൊണ്ടുപോകണം. കാരണം നീ യേശുവിൻ്റെ മകളാണ്, ബൈബിൾ കൊണ്ടുപോകണം. അങ്ങനെ ബൈബിൾ കൊണ്ടുപോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓഫീസിലുള്ള എല്ലാവരും പരിഹസിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് എന്നെ എല്ലാവരും കൂടെ കൂട്ടം കൂടി എന്നെ കളിയാക്കി എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ വട്ടം കൂടി ഇന്ന് എന്നെ കളിയാക്കി. എന്നെ വേറെ എന്തൊക്കെയോ ഇരട്ടപ്പേരുകളാണ് അവർ വിളിക്കുന്നത് എല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നാണം കെടാൻ തയ്യാറാവണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ? നാണം കെടാൻ തയ്യാറായിരിക്കണം, എപ്പോഴും നാണം കെടാൻ റെഡി ആയിരിക്കണം, സാരമില്ല, കർത്താവിനെ പ്രതിയല്ലേ, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് എന്തുണ്ടായി? അപ്പോൾ പറഞ്ഞ് ഞാൻ ഓഫീസിൽ പോയി, ബൈബിൾ ഇന്ന് കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞ് ഇന്നലെ എന്നെ എല്ലാവരും കൂടെ കൂട്ടം കൂടി കളിയാക്കിയുണ്ട്, ഞാൻ ഇന്ന് ചെറിയ ബൈബിളല്ല, വലിയ POC ബൈബിളും കൊണ്ടാണ് ഓഫീസിൽ പോയത്. മനസ്സിലായോ? അതായത് അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. അവൻ്റെ ആനന്ദം അത് ആരെങ്കിലും കളിയാക്കലൊന്നും പട്ടുപോകുന്ന ഒരു ആനന്ദമല്ല. വല്ലവരും ചീത്ത വിളിച്ചാലൊന്നും അത് അവസാനിക്കില്ല. വല്ലവരും കളിയാക്കിയാലൊന്നും അത് അവസാനിക്കില്ല. എന്നൊക്കെ പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ നമ്മൾ വചനം നാളെ വരുമ്പോൾ നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ വചനം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? യെശയ്യാ 66:2 വേഗം എടുക്കുക. യെശയ്യാ 66:2 എങ്ങനെയാണ് ഈ വചനം നാം സ്വീകരിക്കേണ്ടത്? കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാം എൻ്റെ കരവേലയാണ്,
ഇവയെല്ലാം എൻ്റേത് തന്നെ. ഞാൻ പറഞ്ഞു തരാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. അപ്പോൾ ഇതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം 150 പേര് ഇതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരും മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് അവരും കൂടെ ചേർന്ന് ഒരു വലിയ വലിയ ഇടിമുഴക്കം പോലെ ഇപ്പോൾ ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും ഈ വചനം ഏറ്റു പറയണം. കർത്താവ് അരുളി ചെയ്യുന്നു. ആയില്ല, നിങ്ങൾക്ക് ഇത്രയും ശബ്ദമേ ഉള്ളോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. മനസ്സിലായോ? ആരെയാണ് കടാക്ഷിക്കുന്നത്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അതായത് ദൈവവചനം കേൾക്കുമ്പോൾ എളിമയോടെ അനുതാപത്തോടെ ദൈവത്തിൻ്റെ വചനമാണെന്ന ബോധത്തോടെ സ്വീകരിക്കണം. ഇതാണ് ആദ്യത്തെ കാര്യം. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത 4 രാത്രികളിൽ അതിശക്തമായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഇവിടെ നൽകപ്പെടും. വചനം ബൈബിൾ കൊണ്ടുവരണം, നോട്ട്ബുക്ക് കൊണ്ടുവരണം. എന്നിട്ട് വചനങ്ങൾ നമ്മൾ എഴുതിയെടുക്കണം, വായിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ വചനത്തിൻ്റെ ഒരു ശക്തി ദേശത്ത് പടരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കാൻ തുടങ്ങും. ദേശത്ത് ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. വചനവുമായിട്ടൊരു സ്ഥലത്ത് നമ്മൾ ചെന്ന് കാലുകുത്തുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. അത് വചനം പ്രഘോഷിക്കപ്പെടും. അന്തരീക്ഷത്തിലെല്ലാം ഇങ്ങനെ വചനം നമ്മൾ വേറെ ഒരു 400 കഥ പറഞ്ഞാലോ സംഭവം പറഞ്ഞാലോ ഒന്നും ദൈവശക്തി വരില്ല. കർത്താവിൻ്റെ ശക്തി വരണമെങ്കിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം നാം വായിക്കണം. എഴുതപ്പെട്ട വചനം ഈ അന്തരീക്ഷത്തിൽ പ്രഘോഷിക്കപ്പെടും. ഈ മൈക്കിനകത്തൂടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടണം. എങ്കിൽ മാത്രമേ ദൈവശക്തി ഇറങ്ങൂ. അപ്പം അതുകൊണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഇനി തെസ്സലോനിക്കക്കാർക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം എടുക്കുക. 1 തെസ്സലോനിക്കർ. അതിനു മുമ്പ് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഈ തെസ്സലോനിക്കക്കാർ വചനം സ്വീകരിച്ചത് എങ്ങനെയാണ് എന്ന് അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായത്തിലുണ്ട്. തെസ്സലോനിക്കക്കാർ വചനം സ്വീകരിച്ചത് എങ്ങനെയാണ്? അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. ബെറോയ എന്ന് പറയുന്ന സ്ഥലം, ബെറോയ, തെസ്സലോനിക്കയ്ക്ക് തൊട്ടടുത്തുള്ള ബെറോയ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ബെറോയ. എന്താണ്? ബെറോയ എന്ന് പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് 17 വായിച്ചേ, 17-ാം അധ്യായം 11-ാം വാക്യം. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഒന്നുകൂടെ വായിക്കാം. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥലത്തിന് പേരെന്താണ്? പള്ളിത്തുറ. ആണോ? പള്ളിത്തുറയിലുള്ള ആളുകൾ വെട്ടുകാടുള്ളവരെക്കാൾ വെട്ടുകാട് പറയണ്ട, പള്ളിത്തുറയുള്ള ആളുകൾ വെറ്റുനാടുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു എന്ന് ഞാൻ പറയാണ്. മാന്യന്മാരായിരുന്നു. മാന്യന്മാരെന്ന് പറഞ്ഞാൽ എന്താ? അവർ C ക്ലാസ് ബെൻസിൽ, S ക്ലാസ് ബെൻസിൽ ഒക്കെ വന്നതുകൊണ്ടാണ്, അവർ വലിയ വില കൂടിയ കാറിൽ വന്നതുകൊണ്ടാണ്, അവരുടെ കയ്യിൽ കൂടിയ ഫോൺ ഉണ്ടായിരുന്നുകൊണ്ടാണ്, അവർ വില കൂടിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, അവർ വലിയ വീടുകളിൽ നിന്ന് വന്നതുകൊണ്ടാണ്? ആണോ? അല്ല. ദൈവവചനം ഒരു വ്യക്തിയെ മാന്യൻ എന്ന് വിളിക്കുന്നത് ആ വ്യക്തിയുടെ കയ്യിൽ ബൈബിൾ ഉള്ളപ്പോഴാണ്. ദൈവവചനം ഒരു വ്യക്തിയെ മാന്യൻ എന്ന് വിളിക്കുന്നത് ആ വ്യക്തിയുടെ കയ്യിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ ജീവനുള്ള വചനമുള്ളപ്പോഴാണ്. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. അടുത്ത വാക്യം. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. പള്ളിത്തുറയിലുള്ളവർ മാന്യന്മാരാണോ? നാളെ പറയാം ഞാൻ. പള്ളിത്തുറയുള്ളവർ മാന്യന്മാരാണോ? അതെങ്ങനെയാണെന്നറിയോ? നിങ്ങൾ അതീവ താല്പര്യം, ഒന്ന് ദൈവവചനം കൊണ്ടുവരണം, 2 അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അടുത്ത വാക്യം. അവർ പറഞ്ഞത്, അതായത് പൗലോസും സീലാസും പൗലോസിന്റെ കൂടെയുള്ള ടീം അംഗങ്ങളും പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. മനസ്സിലായോ? അതായത് ഒരു വചനം ഇവിടെ പറയുകയാണ് യെശയ്യാ 61:1 എന്ന് പറയുമ്പോൾ അവർ അപ്പം തന്നെ അത് എടുത്തിട്ട് യെശയ്യാ 61:1 അതാണോ എന്നവർ പരിശോധിക്കുമായിരുന്നു. അങ്ങനെയുള്ളവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് മാന്യന്മാർ. പള്ളിത്തുറക്കാർ മാന്യന്മാരാണോ? പ്രൂവ് ചെയ്യണം. നാളെ പ്രൂവ് ചെയ്യണം.
മാന്യന്മാരാണ്. മനസ്സിലായോ? ഇവിടെ പറയുന്ന വചനങ്ങൾ സത്യമാണോ എന്ന് പരിശോധിച്ച് നോക്കണം. ഇത് ഇങ്ങനെ വെറുതെ വല്ലതും പറയുന്നതാണോ എന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ ഈ സ്ഥലത്തെ യഹൂദർ തെസലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. അവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിച്ചിരുന്നു. ഇനി തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ അപ്പസ്തോലൻ പറയുന്നുണ്ട് എങ്ങനെയാണ് അവർ വചനം സ്വീകരിച്ചത്. തെസലോനിക്ക ലേഖനം 1 തെസലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 തെസലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 തെസലോനിക്കർ 2-ാം അധ്യായം 13. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു. മനസ്സിലായോ? നിങ്ങൾ ഇത് ഒരു മനുഷ്യൻ നിന്ന് ഇവിടെ ഒരു മൈക്കിലൂടെ പറയുന്ന വാക്കുകളായിട്ടല്ല നിങ്ങൾ സ്വീകരിച്ചത്, മറിച്ച് വിശ്വാസികളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനം, വിശ്വാസികളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് തെസലോനിക്കാനുള്ളവർ വചനം സ്വീകരിച്ചത്. അതുകൊണ്ട് പള്ളിത്തുറക്കാർ വചനം സ്വീകരിക്കേണ്ടത് ഡാനിയലച്ചൻ്റെ വചനമായിട്ടല്ല, ഇവിടെ ജോൺ ബോളിൻ്റെ വചനമായിട്ടല്ല, വേറെ ആരുടെയെങ്കിലും വചനമായിട്ടല്ല, മറിച്ച് യഥാർത്ഥ ദൈവത്തിൻ്റെ. എൻ്റെ ദൈവം ഈ 5 രാത്രികളിൽ എന്നോട് സംസാരിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം ഈ 5 രാത്രികളിൽ എൻ്റെ കുടുംബത്തോട് ഇടപെടാൻ പോവുകയാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം വചനത്തിലൂടെ തരാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് അത് വിശ്വസിച്ചെടുത്ത് നമ്മൾ വചനം വായിക്കണം. ഇനി വേറൊരു കാര്യം, 1 തെസലോനിക്കർ 1-ാം അധ്യായത്തിൽ ഇവർ വചനം സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. 1 തെസലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി, 1-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി, കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. വചനം സ്വീകരിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ. പള്ളിത്തുറക്കാര് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ ദൈവവചനം സ്വീകരിക്കണം. തീഷ്ണത. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാം? അപ്പോൾ ദൈവം അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഗ്രഹം ഉണ്ടാവും. ശക്തമായ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വെളിപ്പെടും. ആമേൻ. അതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. അതിന് മുമ്പ് 1-2 കാര്യങ്ങളുണ്ട്, അതിവിടെ അറിയിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് നാളെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിന്നുകൊണ്ട് കേൾക്കണം. നിങ്ങൾ ഈ പ്രദേശത്ത് ഇവിടെയുള്ളവർ, ഈ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലായി ജീവിക്കുന്ന ആളുകൾ, നാളെ പകൽ സമയത്തൊക്കെ ഇവിടെ വരാൻ പറ്റും എന്നുള്ള ആളുകളൊക്കെ ഒന്ന് കൈവയ്ക്കുക. നോക്കട്ടെ, കുറച്ച് പേർക്കൊക്കെ പറ്റുമല്ലോ. കുറേ പേർക്കൊക്കെ പറ്റും. കയ്യാത്തിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആത്മാവിൽ നിങ്ങൾക്കൊരു പ്രചോദനം കിട്ടിയാൽ നാളെ നിങ്ങൾ പകൽ സമയത്ത് ഇവിടെ വന്ന് ഈ ഗ്രൗണ്ടിലൂടെ നടന്ന്, വെയിലായിരിക്കും, ഈ ഗ്രൗണ്ടിലൂടെ നടന്ന് ജപമാല ചൊല്ലുകയോ കുരിശിൻ്റെ വഴി ചൊല്ലുകയോ ചെയ്ത് ഇവിടെ ഈ വൈകുന്നേരം വരാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരികയാണ്. അങ്ങനെ ചെയ്താൽ, ഇതിപ്പോൾ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ദൈവവചന ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ എനിക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ എല്ലാ ഷെയർ, നല്ല ശതമാനം ഷെയർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഞാൻ തരാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിലൂടെ വലിയ കാരണം ഞാൻ ഓരോ ശുശ്രൂഷയും ചെയ്യുമ്പോൾ എനിക്ക് ദൈവം ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ട്. ആ അനുഗ്രഹം അതിൽ നല്ല പങ്കും നിങ്ങൾക്ക് ദൈവം തരും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, കാരണം നിങ്ങൾ ആ ശുശ്രൂഷയിൽ എൻ്റെ പങ്കാളിയാവുകയാണ്. അപ്പം അങ്ങനെ എത്ര പേർക്ക് ഈ ഒരു സംരംഭത്തിൽ എൻ്റെ കൂടെ സഹകരിച്ച് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് ഒന്ന് കൈ നോക്കുകയെ. നാളെ പകൽ സമയത്ത് ഈ ഗ്രൗണ്ടിലൂടെ എല്ലാം നടന്ന് ഞാൻ ജപമാല ചൊല്ലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വന്ന് ഈ ഗ്രൗണ്ടിലൂടെ നടന്ന് കൊന്ത ചൊല്ലുക, കുരിശിൻ്റെ വഴി ചൊല്ലുക. അങ്ങനെ നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ നാളെ വൈകുന്നേരം വന്നിരിക്കാൻ പോകുന്ന മക്കൾക്ക് മാനസാന്തരവും രോഗശാന്തിയും വിടുതലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. നന്നായിട്ടൊന്ന് കൈവയ്ക്കുക. അങ്ങനെ പറ്റുന്നവർ, നിങ്ങൾക്ക് ഞാൻ ഈശോയുടെ നാമത്തിൽ മനസ്സറിഞ്ഞ് പറയുകയാണ്, നിങ്ങളെ ദൈവം തൊട്ടിരിക്കും. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ തൊട്ടിരിക്കും, നിങ്ങളുടെ കുടുംബത്തെ തൊട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈവീശിക്കുക. അങ്ങനെയുള്ളവർ നോക്കട്ടെ. ഒരു 10-100 പേരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരിവിടെ വന്ന് നാളെ ഈ പകൽ സമയത്തെല്ലാം ഇവിടെ ഇങ്ങനെ തലങ്ങും വിലങ്ങും നടന്ന് പ്രാർത്ഥിച്ചോണം.
നിങ്ങളെ ആരും കാണുക കേൾക്കുകയൊന്നും ചെയ്യേണ്ട, നിങ്ങളോട് ആരും ഒന്നും ചോദിക്കൊന്നും വേണ്ട, നിങ്ങളെ ആരും നിയന്ത്രിക്കാനൊന്നും വേണ്ട. നിങ്ങൾ ഇവിടെ വരിക, ഈ ഗ്രൗണ്ടിലൂടെ എല്ലാം നടന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലായിടത്തും പള്ളിയുടെ ചുറ്റും എല്ലാ ഭാഗത്തും നടന്ന് പ്രാർത്ഥിക്കുക. ചെയ്യാമല്ലോ? കർത്താവ് അനുഗ്രഹിക്കും. അപ്പോൾ വലിയ അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. കർത്താവിന് വലിയ സന്തോഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദൈവം പ്രത്യേകം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് അല്ലാത്തവർ വീടുകൾ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ പോകുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നിർബന്ധമായും ഒരു ജപമാലയും ഒരു കരണക്കൊന്തയും ചൊല്ലിയിട്ടേ വരാവൂ. ഒരു ജപമാലയും ഒരു കരണക്കൊന്തയും അത് നിങ്ങൾ പകൽ സമയത്ത് എപ്പോഴെങ്കിലും ചൊല്ലണം. ഒരു ജപമാലയും ഒരു കരണക്കൊന്തയും ചൊല്ലി വൈകുന്നേരത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ട് വരണം. എന്തിനെന്നറിയാമോ? അതായത് ഈ പന്തലിൽ മാത്രമല്ല ആളുകൾ, ഈ പന്തലിൽ മാത്രമല്ല, ചുറ്റുപാടുകളിൽ ആളുണ്ട്, വഴി നിപ്പുണ്ട്, ചിലപ്പോൾ മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് പിള്ളേരൊക്കെ നിപ്പുണ്ട്, ഇത് ശ്രദ്ധിക്കാതെ അപ്പുറത്ത് നിപ്പുണ്ട്. അതായത് നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരെ ചെന്ന് പെട്ടെന്ന് പിടിച്ച് ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും. ദൈവം പിടിച്ച് കെട്ടിക്കൊണ്ടുവരും. ആത്മാവ് അടിച്ച്, എസെക്കിയേൽ പറയുന്നുണ്ട്, ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി കേബാർ നദിയുടെ തീരത്ത് നിർത്തി. ഇങ്ങനെ ദൈവം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതായത് അവിടെയൊക്കെ നിൽക്കുന്നവനെ അടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? മാറി ഒരു ശ്രദ്ധയില്ലാതൊക്കെ നിൽക്കുന്ന ആളുകളെ അടിച്ചെടുത്ത് കൊണ്ടുവരും. കർത്താവിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് വരും. എന്നെ എടുത്തുകൊണ്ട് പോയി കേബാർ നദിയുടെ തീരത്ത് നിർത്തി എസെക്കിയേൽ പറയുന്നു. അതുകൊണ്ട് അറിയാം, നാളെ പകൽ മുഴുവൻ ഈ ദേശം മുഴുവൻ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ല മുഴുവൻ അനേകം മക്കൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേശത്ത് അനേകം മക്കൾ നശിക്കുന്നുണ്ടാവും. ഒരാളെ നശിക്കാൻ വിടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ രാവും പകലും നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അതിനുവേണ്ടിയുള്ള ദിവസങ്ങളാണ്. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. വീടുകളിലൊക്കെ ചെന്നാൽ ഉടനെ TV ഓൺ ചെയ്ത് ഇരിക്കരുത്. ഈ ദിവസങ്ങളിൽ ടെലിവിഷൻ ഓൺ ചെയ്യരുത്. ആത്മാവിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൃപ കിട്ടുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ദിവസങ്ങളിൽ TV കാണില്ല, അങ്ങനെയുള്ളവരൊന്ന് കൈവയ്ക്കൊക്കെ നോക്കട്ടെ എത്ര പേർക്ക് ദൈവം അങ്ങനെ കൃപ നൽകുന്നുണ്ട്. പറ്റുന്ന ഒരു കൈവയ്ക്കാൻ മതി. പക്ഷേ ഈ കൈയൊക്കെ പൊക്കുന്നതുണ്ടല്ലോ, ദാനിയേലച്ചനല്ല കാണുന്നത്, സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ഇങ്ങനെ കർത്താവിന് വേണ്ടി ഒരു ത്യാഗം ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറായാൽ ദൈവം അത് കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ദിവസം നമുക്ക് 5 ദിവസത്തേക്ക് അതിനോടെല്ലാം ഒരു തൽക്കാലത്തേക്ക് ഒന്ന് നോ പറയാം. പിന്നെ നിങ്ങൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ ബൈബിൾ വായിക്കുക. കൺവെൻഷനാണ്. പകൽ സമയത്ത് ശുശ്രൂഷയൊന്നും ഇല്ലാത്തത് കൊണ്ട്, വൈകുന്നേരം മാത്രമായതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ അത് കിട്ടില്ല. നന്നായിട്ട് ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. വീടുകളെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കണം. അമ്മമാരൊക്കെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്മ പറഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അതെല്ലാം ചെയ്യണം. അങ്ങനെ ഈ ദേശം മുഴുവൻ ഈ 5 ദിവസങ്ങളിൽ നല്ല പ്രാർത്ഥനയിലായിരിക്കണം. മനസ്സിലായ? കോൺവെൻറ്റുകളിലൊക്കെ സിസ്റ്റേഴ്സൊക്കെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കണം, ഈശോയുടെ അടുത്തിരിക്കണം. പകൽ സമയം, നാളെ ഇപ്പം സൺഡേ ആണല്ലോ, നാളെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ബാക്കിയുള്ള സമയത്തൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുങ്ങി വന്നാൽ എന്തെന്നറിയാമോ? നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകം എന്താണ്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന ദൈവം ജീവനോടിങ്ങ് ഇറങ്ങി വന്നിട്ട് പള്ളിത്തുറയിലെ കൺവെൻഷൻ പന്തലിലൂടെ നെടുകയും കുറുകയും ഇങ്ങനെ നടക്കും. പോകുന്ന വഴിക്ക് ഒരു 10,000 എണ്ണത്തെ ഇങ്ങ് പിടിക്കും, കുടുംബങ്ങളെ ഇങ്ങ് പിടിക്കും, കർത്താവിൻ്റെ സ്വന്തമാക്കി മാറ്റും. ഒറ്റ രാത്രി കൊണ്ട് തലവരെ തിരുത്തി എഴുതുന്ന ജീവിക്കുന്നൊരു ദൈവത്തെയാണ് ഞാൻ പ്രഘോഷിക്കുന്നതും നിങ്ങൾ ആരാധിക്കുന്നതും. ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് പറ്റും. അതുകൊണ്ട് മക്കളെ, ഞാൻ പറയുകയാണ്, നിങ്ങൾ നല്ല പ്രാർത്ഥനയിലായിരിക്കണം. ചെയ്യുമല്ലോ?